ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ട. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ആദ്യമേ ക്ഷമ ചോദിക്കട്ടെ. ഞാൻ കഥ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പോൾ എൻ്റെ കുഞ്ഞാവ വന്നിട്ടൊന്ന് വർത്താനൊക്കെ പറയാനുള്ള ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് അവരുടെ റൂമിലിരിക്കുന്നുണ്ട്. വർഷ ശ്രീകാന്തിനോട് കാലും കൈയും മസാജ് ചെയ്ത് തരാൻ പറയണു. ശ്രീകാന്ത് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല ചന്ദ്രമതിക്ക്. അത് കഴിഞ്ഞിട്ട് വർഷം പറഞ്ഞു, ശ്രീകാന്ത് എനിക്ക് നെയിൽ പോളിഷ് ഇട്ട് പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് അറിയില്ല, നീ എങ്ങനെയാണ് കടയിൽ ബ്രെഡിലൊക്കെ നെയ്യ് ബട്ടർ തേക്കാറ്, അതുപോലെ നീ തേച്ചാൽ മതി. ഇത് ബ്രെഡാന്ന് വിചാരിക്കുക, ഇത് ബട്ടറാന്ന് വിചാരിക്കുക, എന്നിട്ട് അങ്ങോട്ട് തേക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ നെയിൽ പോളിഷ് എടുത്ത് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഇങ്ങനെ സൈക്കിളിൽ ചന്ദ്രമതി പറയുകയാണ്, ഈശ്വര ഇവളിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടണം, ഇവളെൻ്റെ മോനെ വേലക്കാരനാക്കുകയാണോ, ഇവൾക്ക് നെയിൽ പോളിഷ് ഇടാനൊക്കെ എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രമതിക്ക് ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ചോദിക്കും, എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതിയെ കാണുമ്പോൾ ശ്രീകാന്ത് പറയും, അതേ അമ്മ എന്ന് പറഞ്ഞിട്ട് വേഗം നീക്കേണ്ട, നീ അവിടെ ഇരിക്കുക, ആൻറ്റി വരട്ടെ, അതിനിപ്പോൾ എന്താ പറയുക. അപ്പോൾ ചന്ദ്രമതി അതെന്ന് ചോദിക്കുക, എന്താ വർഷം ഇവിടെ ചെയ്യണം, കണ്ടില്ല എൻ്റെ കാല് മസാജ് ചെയ്ത് തരാം, നീ എന്താ നിൻ്റെ കാല് അവൻ്റെ മേത്ത് കയറ്റി വെച്ചിരിക്കണം, പിന്നെ അല്ലാണ്ട് എൻ്റെ കാല് മസാജ് ചെയ്ത് തരാം ആൻറ്റി, എനിക്ക് കാല് ഭയങ്കര വേദന. അപ്പോൾ ശ്രീകാന്ത് മസാജ് ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇട്ടായിരുന്നു, അത് നല്ല രസം ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി, ഇതൊക്കെ നീ അവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, ഇതിനിപ്പോൾ എന്താ ആൻറ്റി, ഞങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ, ഒരു ഭാര്യയ്ക്ക് വയ്യാണ്ടായി നോക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഭർത്താവിൻ്റെ കടമയല്ലേ, പിന്നെ നെയിൽ പോളിഷ് ഇടുന്നതിന് ഭർത്താവ് ഇട്ടതിന് ഒരു പ്രത്യേക രസം ആൻറ്റി, ആൻറ്റി ഒരു കാര്യം ചെയ്യും, എന്നത് പിടിച്ചാൽ വേണ്ടി നെയിൽ പോളിഷ് കൊടുക്കും ചന്ദ്രഭദ്രയിൽ. നെയിൽ പോളിഷ് കൊടുക്കും ചന്ദ്രമതിക്ക്. ഇതെന്തിനാ എനിക്ക് പറയാം ആൻറ്റി, ഇത് കൊണ്ടുപോയി അങ്കിളിനോട് ഇട്ടുതരാൻ പറയുക പറയും. അപ്പോൾ ശ്രീകാന്ത്, വർഷേ നീ എന്താ പറയണത്, ആൻറ്റി കൊണ്ടോട്ടെ ശ്രീകാന്തെ എന്ന് പറഞ്ഞിട്ട് നെയിൽ പോളിഷ് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുത്തുവിടും. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട്, എൻ്റെ രവിയേട്ട എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല, ഇവിടെ എന്തൊക്കെയാണ് നടക്കണം, എന്താ ചന്ദ്രേ, എന്താ ശ്രീകാന്തിൻ്റെയും വർഷയുടെ റൂമിൽ നടക്കണത്, എന്തേ. ഞാനവിടെ ചെന്നപ്പോൾ ശ്രീകാന്ത് വർഷ കാലെടുത്ത് ശ്രീകാന്തിൻ്റെ മേത്തേക്ക് എടുത്ത് വെച്ചേക്കാം, എന്നിട്ട് ശ്രീകാന്ത് വർഷയുടെ കാല് തടവി കൊടുക്കണം, അതിനിപ്പോൾ എന്താ, എന്നിട്ട് അവൾക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു, ഈ വന്ന് ഇവനെ വേലക്കാരത്തിയാക്കാണ് വർഷ, എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടണമെന്ന് പറയാണ് ചന്ദ്രമതി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, വർഷേ സോറി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ അവർ ഭാര്യയും ഭർത്താവല്ലേ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരുടെ റൂമിലല്ലേ ചെയ്യണം, നീ എന്തിനാ അവരുടെ റൂമിലേക്ക് എത്തി നോക്കാൻ പോണേ, ഈ നാണം കെട്ട പരിപാടിക്ക് നിൽക്കണോ ചോദിക്കണം. ഞാൻ ചെന്ന് ചോദിച്ചതിന് അവളെന്നെ കളിയാക്കിയിട്ട് അവളെൻ്റെ നെയിൽ പോളിഷ് തന്നു വിട്ടു, എന്തിന്, നിങ്ങളെ കൊണ്ട് എനിക്ക് നെയിൽ പോളിഷ് തരാൻ പറഞ്ഞിട്ട്, ഞാൻ ഇതുവരെ നിങ്ങളെ രവിയേട്ടാ എന്നല്ലാണ്ട് ഞാൻ പേരേടാ വാടാ പോടാന്നെങ്ങാനും ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ, അവൾ ശ്രീകാന്തനെ എടാ പോടാന്ന് വിളിക്കണേ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല. അപ്പം നീ രേവതീനല്ലേ പറഞ്ഞ, രേവതീനല്ലേ ഞാൻ വർഷേനെ പറയണമെന്ന് പറയണ ചന്ദ്രമതി. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സ്വാഭാവിക, അവരവരുടെ വഴിക്ക് വിടണം, നീ അതിൻ്റെ ഇടയിൽ കൂടെ പോയി സംസാരിച്ചിട്ട് നാണം കെടാൻ നിൽക്കണത് എന്തിനാ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ ചന്ദ്രമതിയോട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ നെയിൽ പോളിഷ് തരണം, അയ്യേ എനിക്ക് നെയിൽ പോളിഷ് ഒന്നും നിങ്ങൾ ഇട്ട് തരണ്ട എന്ന് പറയണം. അങ്ങനെ നീ മിണ്ടാതിരിക്കുക, നീ വെറുതെ നാണം കെടാൻ നിൽക്കണം, അതേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞു ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി ചോദിക്കും, ശ്രുതി എന്തായി, അവർ വന്നു ശ്രുതി, അവർ 5 ലക്ഷത്തി ചില്ലാനും രൂപയുടെ ഐറ്റംസ് എടുത്തുകൊണ്ടുപോയി, നമുക്ക് എങ്ങനെയായാലും 4 ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കണം, ബാക്കി 1 ലക്ഷം രൂപയോളം നമുക്ക് ലാഭമുണ്ട്, അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 2 ദിവസം ഗോവയിൽ പോയി അടിച്ച് പൊളിക്കാമെന്ന് പറയണ ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, വേണ്ട ശ്രുതി, നമുക്ക് ഇപ്പോൾ അടിച്ച് പൊളിക്കാമെന്ന് വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു ഷോറൂമും കൂടി തുടങ്ങാനുള്ള പരിപാടികൾ നോക്കണം പറയണം. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുക, ശ്രുതി അവിടുത്തെ ഫംഗ്ഷൻ എന്തായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയാം, നീ ഇന്ന് വരുന്നുണ്ടോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ചിട്ട് നാളെ വരികയാണോ. എൻ്റെ ശ്രുതി ഇല്ലാണ്ട് എനിക്ക് എന്താ അടിച്ച് പൊളി, ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഞാൻ അപ്പം ഇറങ്ങും, അങ്ങനെയൊന്നും അവരുടെ കൂടെ അടിച്ചു പൊളിക്കാമെന്ന് എനിക്ക് പറ്റില്ല, കാരണം ശ്രുതി ഇല്ലല്ലോ, ശ്രുതി അവിടെയല്ലേ എന്ന് പറയണം. അപ്പോൾ ഓക്കെ ശ്രുതി വന്നിട്ട് കാണാമെന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ച സമയത്ത് 2 പേര് കടയിലേക്ക് കയറി വരും. കടയിലേക്ക് കയറി വരുമ്പോൾ യെസ് വാട്ട് യു വാണ്ട് ചോദിക്കും ശ്രുതി. അപ്പോൾ പറയും, ഇതിൻ്റെ ഓണർ ആരാ, ഞാനാണ് പറയും. ഓക്കെ, നിങ്ങളുടെ കടയിൽ നിന്ന് ഇപ്പോൾ 2 പേര് വന്നിട്ട് 5 ലക്ഷം രൂപയുടെ പർച്ചേസിങ് നടത്തിയായിരുന്നു സാർ, ഞങ്ങൾ ഇൻകം ടാക്സിൽ നിന്നാണ്, ഞങ്ങൾ വിജിലൻസിൽ നിന്നാണ് 5 ലക്ഷം രൂപയുടെ പർച്ചേസിങ് നടത്തിയിരുന്നു സാർ, ആ ക്യാഷ് എടുക്കുക പറയും. അപ്പോൾ എന്തിനാണ് സാർ പറയുമ്പോൾ, അവർ ക്യാഷായിട്ടാണ് തന്നത്, അതേ ക്യാഷായിട്ട് തന്നാൽ ക്യാഷ് എടുക്കുക പറയും. അപ്പോൾ ക്യാഷ് നോക്കിയിട്ട് ഒരാൾ നോക്കിയിട്ട് മറ്റേ ആൾ കൊടുത്തിട്ട് പറയാം, അതെ സാർ ഇത്
കള്ളപ്പണമാണ്, കള്ളനോട്ടാണെന്ന് പറയാം. അപ്പോൾ എന്താ സാർ ചോദിക്കുമ്പോൾ നിങ്ങളിതിൻ്റെ ബില്ല് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബില്ലില്ല സാർ. അപ്പോൾ നിങ്ങൾ ടാക്സ് വെട്ടിക്ക് വേണ്ടി ബില്ല് കൊടുക്കാതിരുന്നതല്ലേ? അല്ല സാർ, അവർക്ക് ബില്ല് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ല, എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ട് വരണേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും ഇത് മുഴുവൻ കള്ളനോട്ടാ പറയും. അപ്പോൾ അയ്യോ ഇത് കള്ളനോട്ടാണോ സാർ? അയ്യോ അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ നോട്ടൊക്കെ ഞാൻ കൊണ്ടുപോകാം. അയ്യോ സാർ എന്തിനത് കൊണ്ടുപോകണം? എന്താ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ജയിലിൽ അടയ്ക്കാനാണോ ഈ നോട്ട് ഞങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കണം? അല്ല സാർ, സാറ് കൊണ്ടുപോയിക്കോളൂ പറയണം. അപ്പോൾ എൻ്റെ സാധനങ്ങൾ കിട്ടാൻ എന്താ ചെയ്യുക സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു തരും എന്ന് പറയാണ്. ഇപ്പോൾ ഇവിടുന്ന് പോയൊരു കള്ളനോട്ടുകാരാണ്. അപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ തിരിച്ചു തരും പറയണം. ഓക്കെ സാർ പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഈ പൈസയും കൊണ്ട് പോവാണ്. അത് എന്നിട്ട് സുധി ഇങ്ങനെ പറയണം എന്തായാലും സ്റ്റേഷനിൽ പോകണേ, എഴുതി കൊടുക്കണം പറഞ്ഞിട്ട് സുധി അങ്ങനെ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്റ്റേഷനിൽ പോയുമ്പോൾ ചോദിക്കും, ഇൻസ്പെക്ടറൊക്കെ എന്താ ചോദിക്കും പറയും, സാർ ഞാനിങ്ങനെ ഒരു ഹോം അപ്ലയൻസസ് നടത്താൻ എൻ്റെ കടയിൽ 2 പേര് വന്നിട്ട് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. സാധനങ്ങൾ മേടിച്ചു, അവർ നിങ്ങൾക്ക് ക്യാഷ് തന്നു. അത് തന്നതിൻ്റെ പിന്നാലെ വേറെ 2 പേര് വന്നിട്ട് ക്യാഷ് ചെക്ക് ചെയ്തിട്ട് കള്ളനോട്ടാണ്, ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അല്ലേ? അതെ. അപ്പോൾ ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് അവർ കൊണ്ടുപോയി. സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താൽ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. അതെല്ലാം ഉണ്ടായി വയ്ക്കുമ്പോൾ അതെ സാർ, ഇങ്ങനെ ഒരു 5 കടകളിൽ നിന്ന് അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവർ തട്ടിപ്പ് സംഘക്കാരാണ്, വിജിലൻസ് ആയിട്ട് വന്നവരും തട്ടിപ്പ് സംഘക്കാരാണ്. അപ്പോൾ അവർ ID കാർഡ് കാണിച്ചു സാർ, അത് കള്ള ID കാർഡാണെന്ന്. എനിക്ക് വിദ്യാഭ്യാസം ഞാൻ ഏതുവരെ പഠിച്ചതിന് 7 ഡിഗ്രി എടുത്തിട്ടുണ്ട്. 7 ഡിഗ്രി എടുത്തിട്ട് എന്തോ കാര്യം? സത്യമാണോ നോണയാണോ തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടോ തനിക്ക് ചോദിക്കും. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുക സാർ? അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ പോയോ? ഇതുപോലെ 5 കടകളിൽ അവർ പറ്റിക്കൽസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധനൊരു കാര്യം ചെയ്യും, അവരെടുത്ത സാധനങ്ങളുടെ ബില്ലില്ലേ, ആ ബില്ല് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പറയുമ്പോൾ ബില്ലില്ല സാർ, അവർ ബില്ലില്ലാണ്ട് കൊണ്ടുവരുന്നത്. അപ്പം താൻ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ബില്ലില്ലാതെ കൊടുത്തതാണ്. അയ്യോ സാർ അതല്ല സാർ, അവർ ബില്ലില്ലാണ്ടാണെങ്കിൽ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ പർച്ചേസിങ് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയല്ല സാർ. ഞാൻ ഇതൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ സാർ, ഒന്നും അറിയാതെയാണ് കേട്ടോ തനിക്ക് 7 ഡിഗ്രി കിട്ടിയേക്കണം വെച്ചിട്ട് പോലീസുകാരൻ കളിയാക്കണം. അപ്പോൾ സുധി ചോദിക്കുക, അപ്പോൾ എൻ്റെ സാധനങ്ങൾ കിട്ടില്ലേ സാർ? ഞങ്ങളുടെ പോക്കറ്റിലിട്ട് വെച്ചേക്കല്ലേ പറയും. അപ്പോൾ പോലീസുകാരൻ, അപ്പോൾ സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ താനൊരു കാര്യം ചെയ്യും, താനൊരു കംപ്ലയിൻറ്റ് എഴുതി കാട്ടി ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കിട്ടുമോ സാർ ചോദിക്കുമ്പോൾ കിട്ടുമെന്നറിയില്ല, തനിക്ക് ഭാഗ്യം കിട്ടും, അല്ലെങ്കിൽ അവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പകുതി വിലയ്ക്ക് വിറ്റിട്ട് എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കച്ചവടമാക്കിയിട്ടുണ്ടാവും, തനിക്ക് ഭാഗ്യം കിട്ടും, താൻ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് എഴുതി കാട്ടുമെന്ന് പറയും. അങ്ങനെ സുധി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുകയാണ്. സുധി ആകെ തകർന്ന് തരിപ്പണായിക്കാണ്. ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് സുധിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ത്രില്ലിങ് എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ്. അപ്പോൾ എല്ലാവരും കഥ കേട്ടല്ലോ. ഇനി നാളത്തെ കഥയുമായി വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.